ഈ യൂട്യൂബിൽ എന്നും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ആക്റ്റീവായിട്ടിരിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും കേട്ടോ വണ്ടി പിടിച്ച് നമ്മളെ തേടി ഓരോ അസുഖങ്ങൾ നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. അപ്പോൾ ഇപ്പം നമുക്കുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൗണ്ട് മൊത്തത്തിൽ പോയി കിടക്കുകയാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഒരു വോയിസ് കേട്ടാൽ മനസ്സിലാവുന്നുണ്ടാവും. നമ്മൾ ചെയ്യുന്ന വീഡിയോ എഡിറ്റൊക്കെ ചെയ്ത് അതിന് അത്യാവശ്യം നല്ല രീതിയിലൊരു വോയിസ് ഓവറും കൂടി കൊടുത്താലല്ലേ ആ ഒരു വീഡിയോ പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ വീഡിയോസൊന്നും ഇടാത്തത്. പക്ഷേ എങ്കിലും ഒത്തിരി പേര് നമുക്ക് മെസ്സേജ് പേഴ്സണലി അയക്കുന്നുണ്ട് ഗിവ് എവേൻ്റെ എന്തായെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് നമ്മൾ ഗിഫ്റ്റൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർക്കത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മെസ്സേജും അയച്ചു. ഞാൻ കഴിഞ്ഞ തവണ ഗിവ് അവേ അയച്ച സമയത്ത് ആ ഒരു മന്ത് ലാസ്റ്റായിട്ട് ഒരു ഗിവ് അവേ കൂടെ വെക്കാമെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം ഒത്തിരി പേര് പേഴ്സണലി മെസ്സേജ് ചോദിക്കുന്നുണ്ട് എന്നാണ് നെക്സ്റ്റ് ഗിവ് അവേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഇതാ നമ്മളെ അടുത്ത ഗിവ് അവേ ആണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്ന ഈ ഒരു കേക്ക് മറ്റൊന്നുമല്ല, ഞാനിപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കേക്ക് ഡിസൈൻ ഉണ്ടല്ലോ, അത് ഏത് മോഡലിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത് എന്നാണ് നിങ്ങളിനി കമൻ്റായിട്ട് അറിയിക്കേണ്ടത്. ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചിലർക്കൊക്കെ ഒരു ക്ലിയർ ആവാത്ത പ്രശ്നം ഉണ്ടാവും. കാരണം ഇത് റെക്റ്റാങ്കിൾ കേക്കാണോ അതോ സ്ക്വയർ കേക്കാണോ ആ ഒരു കാര്യമല്ല കേട്ടോ ഞാനിവിടെ ചോദിക്കുന്നത്. അതായത് ഈ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കണ്ടാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും നമ്മൾ ഏത് തീമാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ ഒരു തീം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കേണ്ടത്. പിന്നൊരു കാര്യം കൂടെ, നമ്മുടെ ഈ ഒരു ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഐറ്റംസിൽ എന്താണോ ഇഷ്ടപ്പെട്ടത് എന്നുണ്ടെങ്കിൽ അതും കൂടെ കമൻറ്റിൻ്റെ കൂടെ ഒന്ന് അറിയിച്ചാൽ നമുക്ക് ആ ഒരു ഐറ്റം തന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് അയച്ചു തരാൻ ശ്രദ്ധിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഗിവ് അവേ വിന്നറിന് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഗിഫ്റ്റ് കേട്ടോ. ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ വോയിസ് ഇടുന്നത് കൊണ്ട് വോയിസിന് ചെറിയ ഇഷ്യൂസ് വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് ക്ഷമിക്കുക. പിന്നെ അപ്പോൾ ഇനി ഒട്ടും മടിക്കേണ്ട, ഇപ്പോൾ തന്നെ കമൻ്റായിട്ട് ആൻസർ അറിയിച്ച് തുടങ്ങിക്കോളൂ കേട്ടോ.